LJ ഫിലിംസ് ഇതുപോലെ പുതിയ ഡയറക്ടേഴ്സിനെയും പുതിയ ടീമുകളെയും പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആ കമ്പനി നമ്മൾ ഉണ്ടാക്കിയത്. അതിലൂടെയാണ് ഇപ്പോഴത്തെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന എല്ലാ 1983 നേരം, തട്ടത്തിൻ മറയത്തൊക്കെ ഞാനാണ് ചെയ്തത്. പക്ഷെ അതുപോലെ അന്നത്തെ അവരൊക്കെ വലിയ താരങ്ങളായി. അന്ന് നമ്മൾ വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അന്ന് നമ്മൾ അന്നത്തെ ഇതുപോലെ വരുന്ന ഇപ്പോൾ റഷീദൊക്കെ ഇപ്പം ഇരിക്കും, ഈ പാവം പോലെ ഇരിക്കും. ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ റഷീദൊക്കെ അവരെ പോലെയൊക്കെ തന്നെയാവും. അപ്പം അങ്ങനെ കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാ കാലത്തും പുതിയ ആളുകൾ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഫ്രഷ് ഫേസസ് വരണം, ഫ്രഷ് ഡയറക്ടേഴ്സ് വരണം. നമ്മൾ ആലോചിക്കുന്നത് പോലെ അല്ലാതെ ആലോചിക്കുന്ന ആളുകൾ, അത് നമ്മളുടെയും പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പം LJ ഫിലിംസ് ഒരു പ്രഷർ ആയതുകൊണ്ടല്ല, LJ ഫിലിംസ് ഫിനാൻഷ്യലി എനിക്ക് വയബിൾ അല്ലാണ്ടായി. അത് ഞങ്ങളുടെ അവസാനം ഹിറ്റായ സിനിമ ആനന്ദം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അതും പുതിയ ആൾക്കാരായിരുന്നു മൊത്തം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത സിനിമകളും അത്ര ഫിനാൻഷ്യലി സക്സസ് ആയില്ല. ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത സിനിമകളും ആയില്ല. അപ്പോൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീടും കൂടി വെക്കേണ്ടി വരുമെന്ന് സംശയം തോന്നിയപ്പോൾ വീട് ബാക്കിയിരുന്നോട്ടെ എന്ന് വെച്ചു.